ഇത് വാവയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ചിക്കൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്കർ ചിക്കൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വാവയുടെ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ചിക്കനിൽ ഇങ്ങനെ പോരിട്ട് റെഡിയാക്കി വെച്ചിട്ട് ഒരു കുക്കറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചിട്ട് ആ കുക്കറിലേക്ക് ബാക്കിയിരുന്ന മസാലയും കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് തക്കാളിയും കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കരിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ട് ലാസ്റ്റ് കുറച്ച് വെള്ളവും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് നേരെ എടുത്ത് നമ്മുടെ അടുപ്പിലേക്ക് അങ്ങ് വെക്കുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ അടിച്ച് ഈ പേസ്റ്റ് രൂപത്തിലാകുമ്പോഴത്തേക്കും ഫിസിലടി കയറ്റും. അപ്പോൾ 3 വിസിൽ കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കുക, നന്നായിട്ട് പിരിഞ്ഞു വന്ന് കാണും കേട്ടോ. എന്നിട്ട് ഒരു ഉരുളി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ഇടുക, കുറച്ച് കരിവേപ്പില ഇടുക. കാരണം ഇത് തൊണ്ടമുളകാണ്, ഞങ്ങളിവിടെ തൊണ്ടമുളകെന്നാണ് പറയുന്നത്. ഈ തൊണ്ടമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പെരട്ടി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞ് വെച്ചേക്കും. നമ്മൾ 2 സവാള അരിഞ്ഞ് വെച്ചിരിക്കണേയും കൂടെ അതിലിടാൻ മറക്കരുത്. അതും കൂടെ അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പരട്ടി ക്ഷമയിൽ അങ്ങേ അറ്റം കണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കുക്കറിൽ വെന്ത് എന്ന ആ ചിക്കൻ കുട്ടനല്ലേ അതെടുത്ത് ഇതിലോട്ട് അങ്ങ് തട്ടുമ്പോൾ തന്നെ നല്ല നമസ്കരിച്ച കണക്ക് ചിക്കൻ കുട്ടാൻ കിടക്കുന്നതുണ്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചൂടായി വരുന്നതായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എനിക്ക് വെയിറ്റ് ചെയ്യണമെന്ന് ഒരു ക്ഷമയില്ല കേട്ടോ, ഭയങ്കര കൊതിയായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് തന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന്, പിന്നെ നമ്മൾ എന്താ പറയുക ഗരം മസാലയും നമ്മുടെ 2 ടേബിൾ സ്പൂൺ എന്നാണ് വാവ പറഞ്ഞത്. ഇത് എന്നിട്ട് ഗരം മസാലയും കാശ്മീരി ചില്ലി പൗഡറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിരിക്കുക. വെള്ളം കിടക്കുന്ന ഗ്രേവി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ എടുത്ത് ഒരു 20-25 മിനിറ്റ് അടച്ചു വെക്കണമെന്നാണ് വാവ പറഞ്ഞത്. കഴിയുമ്പോൾ അതിൻ്റെ അതൊന്നും ഒരു മണം വരും. എൻ്റെ സാറേ, അനിയൻ തന്നെയും മണം കണ്ടു തള്ളി. അമ്മയും അച്ഛനും എല്ലാവരും നമ്മുടെ പുതിയ അതിഥി വരെ ഫോണിൽ റെഡിയായിരിക്കണം കേട്ടോ കഴിക്കാൻ. അപ്പോൾ അനിയൻ പോയി കുറച്ച് ബെറോട്ടയൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് ബെറോട്ട അതിന് ചുറ്റും ഡെക്കറേഷനിൽ അവൻ തന്നെയൊക്കെ വച്ചിട്ട് അതീന്ന് ആ ഗ്രേവിക്ക് ഒരു മണം ഉണ്ടായിരുന്നു. നിങ്ങൾ സമാധാനപ്പെട്ടിരുന്ന് കഴിയുന്ന ഭാവ പറയണം. ആ ഗ്രേവിയിൽ മുക്കി അനിയൻ തന്നെ ഫസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി. എൻ്റെ പൊന്നെ, ബാക്കി അവൻ്റെ മുഖത്തു നിന്ന് തന്നെ ആ എക്സ്പ്രഷൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സൂപ്പർ എന്നാണ് അവൻ പറഞ്ഞേ. അമ്മ കഴിച്ചിട്ട് അമ്മയ്ക്കും കിട്ടില്ല സാധനം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും അത്ര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനാണ് കേട്ടോ, ഞാൻ അതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല അടിപൊളി പരുവായിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ കുറച്ചെടുത്ത് ആ ഗ്രേവിയിൽ പുഴ കണക്ക് ഗ്രേവി കിടക്കാണല്ലോ കലക്കിയെടുത്ത് നന്നായിട്ട് സ്പോഞ്ച് കണക്കുണ്ട്. എന്നിട്ട് ഞാൻ ഒരു കഴിപ്പങ്ങ് കഴിച്ച്. എൻ്റെ പൊന്നു മോനെ, ഇത് മറ്റേ ഷാപ്പിലെ കറി എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ. അത്യാവശ്യം എരിവുണ്ടെങ്കിലും കിടുക്കാച്ചി സാധനം, ഒന്നും പറയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനിയൻ കണ്ടില്ലേ കാലൊക്കെ കാടിച്ച് പറിച്ച് തിന്നിയിരുന്നു. പിന്നെ അവനൊരു ക്ഷമയില്ലായിരുന്നു. അന്തം വിട്ട കുന്തം വീഴിരിക്കുന്ന അമ്മയും ഭാവയും